സാർ നമസ്കാരം. നമസ്കാരം. വർമ്മ സാറിന്റെ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ നോക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം മാഡം ജ്യോതിശാലയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിവരുടെ പുതിയ ഉടായിപ്പാ. പ്രശ്നത്തിൽ നിരവധി കുഴപ്പങ്ങളുണ്ട്. അത് ഞാൻ പിറകെ പറയാം. ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാവണമെങ്കിൽ ഐശ്വര്യവതിയായ ഒരു പുതിയ പെൺകുട്ടി ഇവിടേക്ക് വലതുകാല് വെച്ച് കയറി വരണം. രാജു, എന്തൊക്കെയാ ഇതേ പറയുന്നത്? ഋതുന്ന് വെയിറ്റ് ചെയ്യേ. അയാൾ പറയുന്നത് കേക്ക്, എന്നിട്ട് റിയാക്ട് ചെയ്യാം. ശാലിനിയും മഹാലക്ഷ്മിയുമായ ഒരു കുടുംബിനി ഈ വീട്ടിലേക്ക് ഇതുവരെ വരാതിരുന്നത് മറ്റൊരു സ്ത്രീ കാരണമാണ്. ഇപ്പോ ആ പെൺകുട്ടിക്ക് ഈ വീട്ടിലേക്ക് വരാൻ സമയമായി. അവളുടെ വരവിനെ ആർക്കും തടയാൻ കഴിയില്ല. അഥവാ തടഞ്ഞാൽ തടയുന്നവർ ഈ കുടുംബത്തിന്റെ അസ്ഥിവാരം വരെ ഇളക്കുന്ന പ്രവൃത്തിയായിരിക്കും ചെയ്യുന്നത്. ആരുടെ വരവിന്റെ കാര്യം ജോത്സരി പറയുന്നത്? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അത് പറയണമെങ്കിൽ എനിക്കിവിടെ പൂജാമുറിയിൽ ഒരു പൂജ നടത്തണം. പൂജയോ? അതെ, പൂജ തന്നെ. രാഹുകാലത്തിന് മുമ്പേ ആ പൂജ നടത്തിയിരിക്കണം. അതിനുശേഷം ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഈ വീട്ടിലെ പൂജാമുറിയില് എന്റെ ചെറിയമ്മ ആവശ്യത്തിനുള്ള പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ജോത്സരിയുടെ പ്രത്യേക പൂജയൊന്നും വേണ്ട. മോളെ, അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അതിനുശേഷം കാര്യങ്ങൾ അറിയാലോ. അച്ഛാ, ഇതിവര് ഈ ജോത്സരെ വിലക്കെടുത്തുകൊണ്ട് നടത്തുന്ന തരികിട പരിപാടിയാ. ഇവര് പണ്ടും ഇത്തരം തറ നമ്പറുകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ജോത്സ്യമാരെയും മന്ത്രവാദികളെയും വിളിച്ചുകൊണ്ടുവന്ന് എനിക്ക് ഇരിക്കപ്പെണ്ണം നടത്താൻ ശ്രമിച്ചത് അച്ഛന് ഓർമ്മയില്ലേ? കുട്ടി, അത്തരം തട്ടിപ്പുകാരനൊന്നുമല്ല ഈ ഡോക്ടർ ഭുവനേന്ദ്ര വാര്യർ. പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങിച്ച ആളാ. ഏത് പ്രസിഡന്റിന്റെ? യങ് മെൻസ് ആർട്സ് ക്ലബ് പ്രസിഡന്റിന്റെയോ? ഇങ്ങനൊരാളെ വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് ശരിയാണോ? ഋതികേ, നീ അടങ്ങി നിൽക്കുക. അദ്ദേഹം പൂജ ചെയ്യാനല്ലേ പോകുന്നേ, മറ്റൊന്നിനാണല്ലോ. നിങ്ങൾ ചെല്ല. ഓ, ജോത്സരി വരൂ. ആ, അച്ഛാ, ഇതൊന്നും ശരിയാവില്ല. ഋതു. ഇതൊട്ടും ശരിയാവില്ല. എന്ത് ശരിയല്ലെന്നാ? എടി ചോദിച്ച കേട്ടില്ലേ, എന്ത് ശരിയില്ലെന്നാ? അത് ശരി. അപ്പൊ അച്ഛന്റെ മനസ്സിൽ ഇതായിരുന്നു അല്ലേ? എന്തായിരുന്നു? അപ്പൊ അച്ഛനും അമ്പിക അമ്മായിയും കൂടെ നടത്തുന്ന നാടുകാണല്ലേ ഇതെല്ലാം? നിനക്കിത് എന്ത് പറ്റിയടി? ഇവിടെ വിളിച്ചോണ്ട് പോ. സാർ, വെറുതെ BP കൂട്ടരുത്. വിളിച്ചോണ്ട് പോവാൻ. ഇത് വാ, വന്നേ, അച്ഛാ. വന്നേ, രാജു, നടക്ക്. പ്രതാപ, അദ്ദേഹത്തിന്റെ പൂജ കഴിയുന്നവരെ മോൻ എങ്ങോട്ടും പോകരുതേ. ഇല്ല. ഉം.